ഇന്നലെയൊന്നോ ഇന്ന് മറ്റൊന്നോ നാളെ ഇതു രണ്ടുമല്ലാത്ത വേറെയൊന്നോ, ഇങ്ങനെ മതത്തെ വെട്ടിമുറിക്കൽ അജണ്ടയാക്കിയ ഈ യഹൂദി ചാരന്മാർ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചവർക്ക് പോലും തെറ്റാതെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റിപ്പറയാൻ തുടങ്ങി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലത്തേക്ക് മാറ്റിപ്പറയുകയും ഒടുവിൽ തിരുത്തിക്കൊടുത്തിട്ടും തെറ്റുതിരുത്താൻ തയ്യാറില്ലാതെ മുന്നോട്ടു പോവുകയും ഗതിയില്ലാതെ വന്ന മൗലവി സമ്മതിച്ച് കീഴടങ്ങുന്നതും നിങ്ങളൊന്ന് കാണൂ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ മതി തന്നെ. എൻ്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാണ് കേട്ടോ. കുറേ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വയ്യ, വയസ്സനായി, 10-60 വയസ്സോളായി.